ഹലോ അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് വന്നിട്ടുള്ളത് നമ്മൾ സേവ് ദ ഡേറ്റിൻ്റെ വീഡിയോ എടുക്കാനായിട്ട് പോകുന്നതിൻ്റെ ചെറിയൊരു പാട്ടാണ് കേട്ടോ. ചെറുതായിട്ട് ജസ്റ്റ് ഒന്ന് എടുത്തിട്ടേ ഉള്ളൂ. അപ്പം ഞങ്ങൾ ബ്രൈഡും പോന്നിട്ടുണ്ട്. ബ്രൈഡിന് സേവ് ദ ഡേറ്റ് ആണല്ലോ, അപ്പോൾ എന്തായാലും അവൾ പോരുമല്ലോ. അപ്പോൾ അവളുടെ വീട്ടിൽ പോയി കൂട്ടി. പിന്നെ ഫോട്ടോഗ്രാഫർ ഉണ്ട് കൂടെ, പിന്നെ താത്തയുണ്ട്, അനിയത്തിയുണ്ട്, ബേബികളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കണേ. നമ്മൾ പോകുന്നത് തോണിക്കടവിലോട്ടാണ്. കരിയാത്തുംപാറ തോണിക്കടവില്ലേ, അവിടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ തോണിക്കടവും കരിയാത്തുംപാറയും വേറെ വേറെ ആണ് കേട്ടോ, സ്ഥലങ്ങളാണ്. പക്ഷേ ഒരു ടിക്കറ്റ് മതി രണ്ട് സ്ഥലത്തും കയറാനായിട്ട്. അപ്പം അതൊന്നും വിഷയമില്ല. നമ്മളിപ്പോൾ പോകുന്നത് തോണിക്കടവ് ജസ്റ്റ് ഫോട്ടോസ് എടുക്കാനായിട്ടാണ്. ഈ കരിയാത്തുംപാറ എന്ന് പറയുന്നത് കുട്ടികൾക്ക് പ്ലേ ചെയ്യാനും അതുപോലെ തന്നെ എന്തൊക്കെയൊക്കെ ഐറ്റംസൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. അത് കുറച്ചുകൂടി രസമാണെന്ന് തോന്നുന്നുണ്ട്. കാരണം റീൽസിലൊക്കെ ഹിറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പം ഞാൻ വീഡിയോസൊക്കെ കാണാറുണ്ടായിരുന്നു. അപ്പം കരിയാത്തുംപാറ ഒന്നുകൂടി അടിപൊളിയാണ് കേട്ടോ. പിന്നെ ഇവിടെ ഫോട്ടോസൊക്കെ എടുക്കാനാണ് ഒന്നുകൂടി അടിപൊളി. അപ്പോൾ ഇതാക്കണ പോകുന്ന വഴിക്കുള്ള വ്യൂ ആണ് ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അടിപൊളിയാണ്. നമ്മളെ കോഴിക്കോടിൻ്റെ മിനി ഊട്ടി എന്നൊക്കെ പറയുന്ന സംഭവമാണ് ശരിക്കിട്ട് ഈ തോണിക്കടവ് കരിയാത്തുംപാറ എന്ന് പറയുന്നത്. നല്ല രസമാണ് കാണാനായിട്ട്. പോകുന്ന വഴിയൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. നമ്മൾ വീഡിയോയിൽ അത്ര ലുക്കായി തോന്നുന്നില്ലെങ്കിലും കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. പിന്നെ പോകുന്ന വഴി ഇച്ചിരി ടഫാണ് കേട്ടോ. കാരണം കുറച്ച് കട്ട് റോഡാണ്. റോഡൊക്കെ ഒന്ന് പൊളിച്ചിട്ടിട്ട് നന്നാക്കാനായിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പം കുറച്ചൊരു ബുദ്ധിമുട്ടായി അങ്ങോട്ട് എത്താൻ. എന്നാലും അടിപൊളിയായിരുന്നു കേട്ടോ. വൈബ് തന്നെയായിരുന്നു. അതൊക്കെ ഞങ്ങളവിടെ സ്പോട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ ഇറങ്ങി ഞങ്ങൾ കുറച്ച് ലേറ്റായിട്ടോ. അവളെ വീട്ടിൽ പോയി കൂട്ടി എല്ലാം കൂടി ഒക്കെ ആയപ്പോഴേക്കും ഈവനിങ് സമയമായിപ്പോയി. നമ്മൾ അവിടെ പൂട്ടാനായപ്പോൾ ക്ലോസ് ചെയ്യാനായപ്പോഴേക്കാണ് നമ്മളവിടെ എത്തിയിട്ടുള്ളത്. 5:45 ക്ലോസ് ചെയ്യുന്നതാണെങ്കിൽ 5 മണിക്കാണ് ശരിക്കും ഞങ്ങൾ അവിടെ എത്തിയത് കേട്ടോ. ടിക്കറ്റൊക്കെ ഒരുപോലെ തന്നെയാണ്, വെറുതെ ആവും ശരിക്കും. അപ്പോൾ പോവുകയാണെങ്കിൽ കുറച്ച് നേരത്തെ പോവാം. 5:45 ആകുമ്പോഴേക്കും ക്ലോസ് ചെയ്യുന്നത് വെറുതെ. പിന്നെ ലൈറ്റും ഡിമ്മാവില്ല, ലൈറ്റും ഇല്ലാതാകുമ്പോൾ പിന്നെ വലിയൊരു സുഖം ഉണ്ടാവില്ല കേട്ടോ. പിന്നെ നോക്കണം അവിടെ തന്നെ ഐസ്ക്രീമും അതൊക്കെ ഉണ്ട്, അതൊക്കെ കഴിക്കുക. അപ്പോൾ ഞാൻ മോനക്ക് അതൊന്ന് മേടിച്ചു കൊടുത്തിട്ട് ഇറങ്ങാൻ വിചാരിച്ചു. എന്നാൽ അവൻ അതിന്മേൽ കുറച്ച് നിന്നോളല്ലോ, അങ്ങനെ വിചാരിച്ച് ഇറങ്ങി. അവർ ഫോട്ടോ എടുക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അവർ നേരത്തെ പോയി, കാരണം ലൈറ്റും ഡിമാവും അതുപോലെ തന്നെ ഗേറ്റും അടിക്കും. അപ്പോൾ അതിനുള്ളിൽ നമുക്ക് ഒക്കെ എടുത്ത് കഴിയണം. ടിക്കറ്റ് മുതലാണെങ്കിൽ നമുക്ക് ഫോട്ടോ എടുത്ത് കഴിയണം. അപ്പോൾ ഇതാക്കണ ഞങ്ങളത് നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു ലോകം തന്നെയാണ് ശരിക്കും കേട്ടോ. നല്ല രസമാണ്, ഭയങ്കര പച്ചപ്പുമായിട്ട് കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു കേട്ടോ. ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ പച്ചപ്പന്നായിരിക്കും കേട്ടോ. കാരണം അത്രയും പാടം പോലെ ഫുള്ളായിട്ട് ഈ പച്ചപ്പ് നിറഞ്ഞ് കിടക്കുകയാണ് കേട്ടോ. പിന്നെ ഒരുപാട് കപ്പിൾസ് വരുന്നുണ്ട്, ഫോട്ടോസ് എടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ കുട്ടികളെയും കൊണ്ട് വരുന്നവരുണ്ട്. അങ്ങനെ ഒരുപാടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ വെള്ളത്തിലേക്കൊന്നും ഇറങ്ങാനോ അങ്ങനത്തെ ഒന്നും നോക്കിയിട്ടില്ലായിരുന്നു. നമ്മൾ ലക്ഷ്യം സേവ് ദ ഡേറ്റിന് ഫോട്ടോസ് എത്രയും ഭംഗിയായിട്ട് കിട്ടുക അത്രയും ഭംഗിയായിട്ട് എടുക്കാമെന്നിട്ടതാണ് കേട്ടോ. പിന്നെ ഞങ്ങൾക്ക് മോൻക്ക് ഐസ്ക്രീം വാങ്ങി. നോനും കൂടി വന്നിട്ടില്ലായിരുന്നു. അപ്പോൾ ഞാൻ കൈ പിടിച്ചത് അലിഞ്ഞോണ്ട് കേട്ടോ. അതൊന്ന് ജസ്റ്റ് ഷൂട്ട് ചെയ്താണേ. പിന്നെ നമ്മളെ ബ്രൈഡ് അത്യാവശ്യം നാണക്കാരിയാണ് കേട്ടോ. ബ്രൈഡ് ഭയങ്കര ഫോട്ടോസൊന്നും പോസ്റ്റ് ചെയ്യുന്നില്ല. അവൾക്ക് നാണം വന്നിട്ട് അതും പറഞ്ഞ് ഞങ്ങൾ അവളെ കളിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ശരിക്കും അവൾ ഭയങ്കരമായിട്ട് ഫോട്ടോ എടുക്കാനോ ഒന്നിനിങ്ങനെ പോസിങ്ങനെ ഒന്നും നിൽക്കുന്നില്ല. അവൾക്ക് വേഗം ചിരി വരിക. ഓൻ്റെ മുഖം കാണുമ്പോൾ ഓക്ക് ചിരി വരുമല്ലേ. അങ്ങനെ വീഡിയോ ഒക്കെ ഒന്നും പോസ്റ്റ് ചെയ്യാതെ എങ്ങനെയൊക്കെ ഒക്കെ ഫോട്ടോഗ്രാഫർ ഒപ്പിച്ച്, കാരണം ടൈമില്ലല്ലോ. പിന്നെ അവളെ പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മളെ കൂടെയുള്ള ഫസ്റ്റ് ഔട്ടിങ് അല്ലേ. അപ്പം കുറച്ചൊക്കെ അതില്ലാതെ നിൽക്കൂലല്ലോ, ഇതൊക്കെ വേണമല്ലോ എന്തായാലും. പിന്നെ നോക്കണം അവർ ചാടുന്നതും മറിയുന്നതും ഇരിക്കുന്നതും ഓടുന്നതും ഒക്കെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അടിപൊളിയായിരുന്നു. ചെറിയ റീലും വേണമായിരുന്നു ഞങ്ങൾക്ക്. ചെറിയൊരു റീലും ഉണ്ടെങ്കിൽ അത് അടിപൊളിയാവുള്ളൂ. അപ്പം അതും ജസ്റ്റ് ഒന്ന് എടുത്തിട്ടുണ്ട്. നമ്മളെ സമയമാണ് പരിമിതിയിൽ ഒതുങ്ങാത്തത്. സമയം പറ്റ ലോ ആയിരുന്നു കേട്ടോ. എന്നാലും ഞങ്ങൾ ഫുള്ളൊന്ന് ഓടിച്ചാടി നടന്ന് ഫോട്ടോസും വീഡിയോസും ഒക്കെ ഒന്ന് എടുത്തിട്ടുണ്ട്. പിന്നെ അവർ ഫോട്ടോ എടുക്കുമ്പോൾ നമ്മളും ഇവിടെ വെറുതെ നിന്നാൽ ശരിയാവില്ലല്ലോ. അപ്പം ഞങ്ങളും കുറേ ഫോട്ടോസ് എടുത്തു, റീൽസ് എടുത്തു, മക്കൾ ഓടുന്നതെടുത്തു, ചാടുന്നതെടുത്തു. അങ്ങനെ ഞങ്ങളെ ഭയങ്കര ഞങ്ങളൊരു ഫോട്ടോഗ്രാഫർ അങ്ങോട്ടായിട്ടോ ഞങ്ങളത്. അങ്ങനെ ഞങ്ങൾ കുറേ വീഡിയോസൊക്കെ എടുത്തു. അടിപൊളിയായിരുന്നു കേട്ടോ സംഭവം. ഈവനിങ് ആയതുകൊണ്ട് അധികം ആൾക്കാരൊന്നും ഇല്ലായിരുന്നു കേട്ടോ. എന്നാലും ഇത്രയും സ്ഥലത്ത് കുറച്ച് ആൾക്കാരെല്ലാം എന്തായാലും ഉണ്ടാവുള്ളൂ. ഇത്ര
ഇത്രയും സ്ഥലത്ത് കുറച്ചല്ല, അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. ഇത്രയും സ്ഥലത്ത് അവിടെ ഇവിടെയൊക്കെ അല്ല ആൾക്കാരുണ്ടാവും. കാരണം അത്രയും ആൾക്കാരുണ്ടായാലല്ലേ ഇത്രയും സ്ഥലത്തൊന്നും ഫില്ലാവുള്ളൂ. അതുകൊണ്ടാണ് കേട്ടോ. എന്നൊക്കെ അവർ തകർക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. നമ്മൾ പോരുന്ന വൈക്കിൽ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് പിന്നെ പോകുന്നത് കേട്ടോ. ഇത്രയേ ഉള്ളൂ നമ്മളെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ്. അതുവരേക്കും അസ്സലാമു അലൈക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു ഓൾ.